ഹലോ ഫ്രണ്ട്സ്, വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വിനീത് ശ്രീനിവാസനും അതേപോലെ തന്നെ യൂത്ത് ഫുൾ കംപ്ലീറ്റ് നമ്മുടെ പിള്ളേരെ സെറ്റ് കംപ്ലീറ്റ് ഇറങ്ങിയിരിക്കുന്ന ഒരു പടം. വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഫസ്റ്റ് ടീസർ വർഷങ്ങൾക്ക് ശേഷം പടത്തിന്റെ പേരാണ്. അതെ, വർഷങ്ങൾക്ക് ശേഷം പടത്തിന്റെ പേരാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ടീസർ എന്ന് എത്തിയിട്ട് ഇപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിന്റെ വിഷ്വൽ ഒന്ന് കാണാം, എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. ഓക്കെ, ധ്യാൻ ഓക്കെ പോയി പടം പിടിക്കാൻ വേണ്ടി പോവാ അല്ലേ? പ്രണവിനെ കണ്ട് അതെ, ഡയറക്ടറാ അല്ലേ? ഷാൻ റഹ്മാൻ റീബ്രാൻഡിങ്. ഷാൻ റഹ്മാൻ ഈടാ ഞാൻ മുരളി ഗോപി വിചാരിച്ചു. അജു വർഗീസ് പ്രൊഡ്യൂസർ, ടിപ്പിക്കൽ പ്രൊഡ്യൂസർ നീറ്റ പിള്ളൈ. എടാ അത് മറ്റേ അർജുൻ ലാൽ, ദീപക് വരമ്പ്, അശ്വിൻ ലാൽ, ഭഗത് മേനോട്, കല്യാണി പ്രദേശം, പ്രണവ്. ഓക്കെ, എടാ 17കാരൻ പുള്ളിക്കാരൻ 17കാരൻ. എടാ കമലതളത്തിന് ലാലേട്ടൻ കോസ്റ്റ്യൂം, താടി. എടാ മോനെ കട്ടകളാണ്, അതൊരു ചങ്സാണ്. ബോഡി ലാംഗ്വേജ് പ്രണവിന്റെ അല്ലേ? ലാലേട്ടന്റെ ഒരു പഴയ ഒരു ലാലേട്ടന്റെ മറ്റേ ഈ പറയുമ്പോൾ ഒരു കുലുക്കൊക്കെ. അതെ അതെ അതെ. നീരജ് മാധവ്, ജോസഫ്. വർഷങ്ങൾക്ക് ശേഷം അടിപൊളി എല്ലാ കാര്യങ്ങളും നിവിൻ പോളി. ഓക്കെ, നെപ്പോട്ടിസം, സെൽഫ് റോൾ അല്ലേ? 11th April 2020. ഓക്കെ, അങ്ങനെ ടീസർ കണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ കണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതെല്ലാ താരനിരകളും അതെ, April 11 വിഷുവിന് അടുപ്പിച്ചാണ് ഒരു ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ. ഫെസ്റ്റിവൽ മൂഡാണ് പടത്തിന് കൊടുത്തിട്ടുള്ളതും. സംഭവം ഒന്നുമില്ല, കണ്ട വെച്ച് എന്താ മനസ്സിലായിട്ടുള്ളത്, സിമ്പിളായിട്ട് പടം എടുക്കാൻ വേണ്ടി ധ്യാൻ ശ്രീനിവാസൻ സംവിധായകനാകാൻ വേണ്ടി കൊതിക്കുന്നു. അജു വർഗീസ്. പക്ഷേ പ്രണവിന്റെ ക്യാരക്ടറാണ് കിട്ടുന്നത്. പ്രണവ് ഈ നാടകവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ആള്. വർഗീസ് അവിടെ എത്തിപ്പെടുന്നതിന് അവിടെ നിന്ന് പരിചയപ്പെടുന്ന ആളാണെന്ന് തോന്നുന്നു. കാരണം ഡയറക്ടർ ഒപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അജു വർഗീസ് പ്രൊഡ്യൂസർ, ടിപ്പിക്കൽ പ്രൊഡ്യൂസർ. നിവിൻ പോളി പിന്നെ സ്റ്റാർ ആണ്, അതിൽ കാണാം നമുക്ക്. നീരജ് മാധവ് സ്റ്റാർ ആണോ? ഒരു പക്ക ആറ്റിറ്റ്യൂഡ് മാസ് ലുക്കിലാണ് പുള്ളി വരുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്ത് തന്നെ ആണെങ്കിലും പടം നൈസാണ്, കണ്ടിട്ട് അടിപൊളിയാണ്. ടീസർ കണ്ടിട്ട് ഒയ്യോ അതാണ് വിട്ടുപോയത്. ഷാൻ റഹ്മാനെ റീബ്രാൻഡ് ചെയ്തില്ലേ ആസ് ആൻ ആക്ടർ. ഞാൻ സത്യം പറയാൻ കണ്ടപ്പോൾ ഞാൻ മുരളി ഗോപി ഞാൻ ചെയ്തു കേട്ടോ ആദ്യം തന്നെ കണ്ടപ്പോൾ. ഷാൻ റഹ്മാൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ തീരെ വിചാരിച്ചില്ല. എന്തായാലും പടം നല്ലൊരു കിടലൻ സെറ്റപ്പ് ആയിട്ട് ആവട്ടെ. പിന്നെ വിനീത് ശ്രീനിവാസൻ അല്ലേ, നമ്മളെങ്ങനെ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ബൈ.